സഞ്ചാരയോഗ്യമായ റോഡില്ലാത്തതിനാൽ ഒറ്റപ്പെട്ട് കഴിയുകയാണ് പാലക്കാട് മരുത റോഡ് പഞ്ചായത്തിലെ കളപ്പറമ്പ് കോളനി നിവാസികൾ. കോളനിയിലെ 12 കുടുംബങ്ങളാണ് ഒരു റോഡെന്ന മോഹവുമായി വർഷങ്ങളായി കാത്തിരിക്കുന്നത്. കോളനിയിൽ ഒരു മരണം നടന്നാൽ മൃതദേഹം പാടവരമ്പത്തൂടെ തോളിൽ ചുമന്നു കൊണ്ടുപോകേണ്ട സ്ഥിതിയാണ്. റോഡില്ലാത്തതിനാൽ കോളനി നിവാസികൾക്ക് ഇതുവരെ കുടിവെള്ള കണക്ഷനും കിട്ടിയിട്ടില്ല. കാൽമുട്ടിന് ശസ്ത്രക്രിയ നടത്തിയ ശേഷം ശാരദയ്ക്ക് നിവർന്നു നടക്കാൻ സാധിച്ചിട്ടില്ല. ചികിത്സയ്ക്ക് പോകണമെന്ന് കരുതിയാൽ ഇതുപോലെ കൈകുത്തി നടക്കാനും നിർവാഹമില്ല. ആരെങ്കിലും തോളിൽ ചുമന്ന മീറ്ററുകളോളം പാടവരമ്പ് കടത്തി റോഡെത്തിക്കണം. കാരണം ശാരദയുടെ കുടുംബം ഉൾപ്പെടെ 12 കുടുംബങ്ങൾ താമസിക്കുന്ന മരുത റോഡിലെ കളപ്പറമ്പ് കോളനിയിലെത്താൻ ഈ പാടവരമ്പല്ലാതെ മറ്റൊരു വഴിയുമില്ല. എന്താ മോനെ വയ്യാത്ത ഒത്തിരി ആശുപത്രിയിൽ പോകാനോ ഒത്തിരി എന്തെങ്കിലും കൊണ്ടുപോകാനോ ഒന്നിനും വഴിയില്ല. ഞങ്ങൾക്ക് നടന്നിട്ട് അവിടെ പൈപ്പിൻ്റെ ചവിട്ടിൽ പോകണം. ഞങ്ങൾക്ക് നടന്നിട്ട് എനിക്ക് ഈ വടി കുത്തിയിട്ട് ഞാൻ അങ്ങനെയെങ്കിലും പോയി അവിടെ പോയി എത്തിയിട്ട് അവിടെ നിന്ന് നടന്നു വരാൻ വഴിയില്ല. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിയിട്ട് വെള്ളവും വഴി ഞങ്ങൾക്ക് ഇല്ല. വഴി നടക്കാൻ റോഡില്ലാത്തതിനാൽ ചില്ലറയല്ല കളപ്പറമ്പുകാർ നേരിടുന്ന ദുരിതം. കോളനിയിൽ ആരെങ്കിലും മരിച്ചാൽ, ഒരു അസുഖം വന്നാൽ നാട്ടുകാർ ഏറ്റി നടക്കണം. ആംബുലൻസ് പോയിട്ട് ഇരുചക്ര വാഹനം പോലും കളപ്പറമ്പിലെത്തില്ല. ഇപ്പോൾ ഒരു മരണം നടന്നു ഈ അടുത്ത് മുരുകേട്ടൻ്റെ. അത് തലയിൽ വെച്ചുകൊണ്ടാണ് അങ്ങോട്ട് പോകേണ്ട സാഹചര്യം. മഴക്കാലം പറഞ്ഞാൽ ഇതിൽ കൂടെ നടക്കാൻ പറ്റില്ല. വെള്ളം അങ്ങോട്ട് പാടമായതുകൊണ്ട് വെള്ളം വരുന്നതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റില്ല. വഴിയില്ല, വെള്ളമില്ല. മരിച്ചിട്ട് വഴിയില്ലാണ്ട് തലയിൽ വെച്ചിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. ഞങ്ങൾക്ക് 10-60 വർഷമായി ഞങ്ങളിവിടെ വരാം വന്നിട്ട്. എൻ്റെ കല്യാണം തന്നെ 48 കൊല്ലമായി. ഞങ്ങൾ ഇപ്പോഴും പുഴയിൽ നിന്നാണ് വെള്ളം അങ്ങോട്ട് മുക്കിക്കൊണ്ട് വന്നിട്ട് ആക്കുന്നത്. റോഡില്ലാത്തതിനാൽ കളപ്പറമ്പുകാർക്ക് കുടിവെള്ളവും കിട്ടാക്കനിയാണ്. 2 വർഷം മുമ്പ് മലമ്പുഴ വെള്ളം എത്തിക്കാൻ ഓരോ വീട്ടിലും പൈപ്പിട്ടെങ്കിലും വെള്ളം പോയിട്ട് കാറ്റ് പോലും വരുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. നിലവിൽ പാടവരമ്പിലൂടെ 500 മീറ്റർ നടന്നാലാണ് ഒരു ഇറ്റു കുടിവെള്ളം കളപ്പറമ്പ് കോളനിയിലുള്ളവർക്ക് കിട്ടുന്നത്. വളരെയധികം പ്രായം, ഏകദേശം 80-ൽ കവിഞ്ഞുള്ള വയസ്സിൽ പ്രായമുള്ളവരും ഇന്നവിടെ ഇരിക്കുന്നുണ്ട്. അവർക്കൊരു കുടം വെള്ളം കോരാൻ ഇവിടെ ഒരു ആകെ ആശ്രയം ഒരു പഞ്ചായത്ത് കിണറാണ്. പക്ഷേ ആ പഞ്ചായത്ത് കിണറിൽ പോയി വെള്ളം എടുത്തിട്ട് വരാനുള്ള ആരോഗ്യശേഷി അവർക്കില്ല. ഓരോ തെരഞ്ഞെടുപ്പിലും വഴിയും വെള്ളവും വാഗ്ദാനമായി കളപ്പറമ്പിൽ എത്താറുണ്ട്. പക്ഷേ പാടവരമ്പത്ത് കൂടി കളപ്പറമ്പുകാരുടെ വോട്ട് തേടിയെത്തുന്നവരാരും ജയിച്ചാൽ പിന്നെ ഈ ജീവിതങ്ങളെ തിരിഞ്ഞു നോക്കാറില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും കണ്ണുള്ളവർ തങ്ങളെ കണ്ടില്ലെന്ന് നടിക്കരുതെന്നാണ് കളപ്പറമ്പുകാരുടെ അപേക്ഷ. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്. നമ്മൾ നേരെ പോകുന്നു കളപ്പറമ്പ് കോളനിയിലേക്ക്. ഇക്ബാൽ അറക്കൽ തത്സമയം നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് ഈവനിങ് ഇക്ബാൽ അറക്കൽ. ആ റിപ്പോർട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആ അമ്മയുടെയും അവിടെയുള്ളവരുടെയും ഒക്കെ വേദന അത് തീർക്കാനുള്ള ഒരു ഇടപെടൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്താണല്ലോ ഇതൊക്കെ ചോദിക്കാൻ പറ്റുക. വോട്ട് ചോദിച്ച് ആരെങ്കിലുമൊക്കെ അവിടേക്ക് ഇത്തവണ വന്നോ? അവരോട് ഇക്കാര്യം പറഞ്ഞോ അവർ? ഞാനിപ്പോൾ ഉള്ളതാണ് ഈ മരുത റോഡ് പഞ്ചായത്തിലെ കളപ്പറമ്പ് കോളനി എന്ന് പറയുന്ന ഭാഗം. ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ഒരുപക്ഷെ കൊയ്ത്ത് കഴിഞ്ഞ പാടം, അതുപോലെ തന്നെ കരിമ്പനകൾ എല്ലാം ഉണ്ട്. വിഷ്വലി നോക്കുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ്. പക്ഷേ ഇവിടെയുള്ള ഈ കളപ്പറമ്പ് കോളനിയിലുള്ള ആളുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദുരിതം നിറഞ്ഞ ഒരു സാഹചര്യമാണ്. ഈ കാണുന്ന ഒരു വരമ്പിലൂടെ മാത്രമേ ഈ കളപ്പറമ്പ് കോളനി എന്ന് പറയുന്ന ഭാഗത്തേക്ക് നമുക്ക് എത്താൻ സാധിക്കുകയുള്ളൂ. ഈ 2 അടി മാത്രമുള്ള ഈ വരമ്പിലൂടെ വേണം ഒരു മരണം സംഭവിച്ചാലോ അല്ലെങ്കിൽ ഒരു അസുഖം വന്നാൽ ഒരു രോഗിയെ കൊണ്ടുപോകാനോ ഈ കളപ്പറമ്പ് ആളുകൾക്ക് സാധിക്കുള്ളൂ. ഒരുപക്ഷെ ദൃശ്യങ്ങളിൽ തന്നെ നമുക്ക് കാണാം, ഈ റോഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടേക്ക് ഒരു കുടിവെള്ള കണക്ഷൻ പോലും എത്തിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെയുള്ള അമ്മമാരെല്ലാം മീറ്ററുകളോളം കുടവുമായി അങ്ങോട്ട് പോയി അവിടെ നിന്ന് വെള്ളം ശേഖരിച്ച് വേണം ഈ കോളനിയിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ. അമ്മേ, കുടിവെള്ളം കൊണ്ടുവരികയാണ്. ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഇതിൽ കൂടെ വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടുന്ന് അപ്പോൾ വെള്ളം ഇവിടുന്ന് കൊണ്ടുവരുന്നത് പൈപ്പിന്ന്. അതായത് ഇപ്പോൾ ഈ അമ്മമാരെല്ലാം നിൽക്കുന്ന, നമ്മളെല്ലാം ഇവിടെ നിൽക്കുന്നതിൽ നിന്ന് ഒരു 500 മീറ്റർ മാറിയുള്ള ഒരു ഭാഗത്താണ് ഈ ഒരു പൊതുവിതരണ പൈപ്പുള്ളത്. അവിടെ നിന്ന് മാത്രമേ ഇവർക്ക് ആവശ്യത്തിനുള്ള കുടിവെള്ളം എത്തിക്കാൻ സാധിക്കുള്ളൂ. കാരണം ഇവിടെ ഈ ഒരു റോഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടേക്കൊരു കുടിവെള്ള പൈപ്പിനുള്ള ഒരു കണക്ഷൻ എത്തിക്കാൻ അധികൃതർക്ക് സാധിക്കുന്നില്ല എന്നാണ് അധികൃതർ പറയുന്നത്. ഇവിടേക്ക് റോഡ് എത്തിയാൽ ഇവരുടെ ഈ ദുരിതം എല്ലാം മാറും. നിലവിൽ ഇവിടെ ഒരാൾ മരിച്ചാൽ, കഴിഞ്ഞ ദിവസം ഇവിടെ ഒരാൾ മരണപ്പെട്ടിരുന്നു. ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മൾ കഴിഞ്ഞ അല്പസമയം മുമ്പ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചിരുന്നു. ഒരാൾ മരണപ്പെട്ടാൽ ഇവിടെ നിന്ന് തോളിൽ ചുമന്നു കൊണ്ടുവേണം പുറത്തേക്ക് കൊണ്ടുവരാൻ. ഒരു ശ്മശാനത്തിലേക്ക് ഉൾപ്പെടെ കൊണ്ടുപോകണമെങ്കിൽ തോളിൽ ചുമന്ന് തന്നെ കൊണ്ടുപോകണം. ഒരു രോഗം വന്നാൽ അവരെല്ലാം തോളിൽ ചുമന്ന് തന്നെ വേണം. അവിടെയുള്ളവരോട് ഒന്ന് ചോദിക്കൂ, അതായത് അവർ ആരോടൊക്കെയാണ് ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടത്, എന്നിട്ട് എന്താണ് സംഭവിച്ചത്? കാളിപ്പാറയിലെ ഒരു പ്രദേശമാണ് കളപ്പറമ്പ് എന്നുള്ളത്.
ഇവിടെ കാലങ്ങളായിട്ട് ഇവിടെ ജീവിക്കുന്ന ആൾ വളരെ ദുരിതത്തിലാണ് ഇവർ ജീവിക്കുന്നത്. ഒന്ന് പുറത്തേക്ക് അങ്ങോട്ട് വെളിയിലേക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത വിധത്തിലാണ് ഇവിടെ ഉള്ളത്. വഴിയില്ല, വെളിച്ചമില്ല, വെള്ളമില്ല. ഈ വഴിയില്ലാത്തത് കൊണ്ടാണ് വെള്ളമില്ലാതെ എന്നുള്ളതാണ് പൊതുവെ ഉള്ളൊരു വിലയിരുത്തൽ. നമ്മൾ അധികാരികളോട് പറയുമ്പോൾ അവർ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 60 വർഷത്തോളമായി ഇവിടെ ഭരിക്കുന്നത് CPM ആണ്. പഞ്ചായത്താണെങ്കിലും വാർഡാണെങ്കിലും ഒരു തരത്തിലുള്ള വികസനവും ഇവർക്ക് കൊടുത്തിട്ടില്ല. MLA പരാതി പറഞ്ഞില്ല. എല്ലാവരോടും പരാതിപ്പെട്ടിട്ടുള്ളതാണ്. എല്ലാവരോടും ഇടപെട്ട് നമ്മൾ കത്ത് മുഖേന കൊടുത്തിട്ടുണ്ട്. എല്ലാവരും അറിയിച്ചിട്ടുമാണ്. ഇന്ന് വരെ ഇവിടെ ആരും തിരിഞ്ഞു നോക്കാൻ വന്നിട്ടില്ല. MLA എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ മരുതോട് പഞ്ചായത്തിൽ 2 ടേം പഞ്ചായത്ത് പ്രസിഡൻ്റ് ആളാണ്. ഇവിടുത്തെ എല്ലാവരും ആൾക്ക് നേരിട്ട് അറിയുന്നതാണ്. എന്നിട്ട് പോലും ഒരു നോക്കാൻ പോലും വരുന്നില്ല. ഇതിന് ഒരു തരത്തിലുള്ള ഇടപെടലുകളും ഇവിടെ നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതുപോലെ, ആ പാക്കേജിൽ നമ്മൾ കണ്ടതുപോലെ, ആ കൈ കുത്തി നടക്കേണ്ടി വന്ന ശാരദാമ്മയുടെ മകനാണ് നമുക്കൊപ്പം ഉള്ളത്. അമ്മയെ ഇപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തന്നെ ബുദ്ധിമുട്ടാണ്. തീർച്ചയായും വളരെ ബുദ്ധിമുട്ടാണ്. ഈ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് തന്നെ കൊണ്ടുപോകുമ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് എടുത്താൽ കൊണ്ടുപോയത്. അന്ന് ഇവിടെ നിന്ന് കൊയ്തിട്ടുണ്ടായിരുന്നില്ല. ഈ വരമ്പത്തിൽ എടുത്തുകൊണ്ടായി പോയിരുന്നത്. ഇപ്പോൾ മാത്രമല്ല, ഇതിപ്പോൾ ഒരു 5-8 പ്രാവശ്യം അമ്മയ്ക്ക് ഒരു പ്രാവശ്യം ഓപ്പറേഷൻ കഴിഞ്ഞായിരുന്നു. അന്ന് ഭയങ്കര ആവശ്യമായിരുന്നു. എന്ന് പറഞ്ഞാൽ അന്ന് മഴക്കാലമായിരുന്നു. ഈ വരമ്പത്തൊക്കെ ഫുള്ള് വെള്ളമായിരുന്നു. അതിൽ കൂടെയാണ് പിന്നെ നമ്മൾ കൂട്ടുകാരന്മാർ വിളിച്ച് അവർ മൂവാന്തരയ്ക്ക് കൊണ്ടുപോയത്. മഴക്കാലമായാൽ നിങ്ങൾ പൂർണ്ണമായും ഒറ്റപ്പെടുന്ന അവസ്ഥയാണ്. ഞങ്ങൾക്കൊരു കടയ്ക്ക് പോകാൻ പറ്റില്ല. എന്താ പറയുക, ഇതിലെയും ഫുള്ള് വെള്ളമായിരിക്കും. അപ്പുറം വലിയ പോകുന്നത് ഫുള്ള് വെള്ളമായിരിക്കും. ഇവിടെയുള്ള ജനപ്രതിനിധികളോട് നിങ്ങൾ ഈ കാര്യം ആവശ്യപ്പെട്ടിട്ടില്ലേ? ഒരുപാട് പ്രാവശ്യം പറ്റുന്നുണ്ട്. ഇപ്പോഴെന്നല്ല, പിന്നെ ഞങ്ങളത് മടുത്തു. പിന്നെ പറയേണ്ട കാര്യമില്ല എന്നുള്ളത് തോന്നുന്നുണ്ട്. ഞങ്ങൾ പിന്നെ ഓരോരോ ഞങ്ങൾ പോലെ ആൺകുട്ടിൽ പുറത്ത് പോയതുകൊണ്ട് പുറത്ത് പോകാൻ തുടങ്ങി. അതായത് ഇവിടേക്ക് ഒരിക്കലും വഴി വരില്ല കൊണ്ട് പുറത്ത് സ്ഥലം മേടിച്ചില്ല, വാടക താമസിക്കാൻ തുടങ്ങി. അതായത് ഇവിടെ ഈ ഇത്തരത്തിലൊരു റോഡ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിരവധി കുടുംബങ്ങൾ ഇവിടെ നിന്ന് മാറിപ്പോകുന്ന ഒരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് കാലം വരികയാണ്. നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു വിഷയം ഉയർത്തിക്കൊണ്ടുവരുന്നത്? ഇതിൽ ഒരു തരത്തിലും ഇടപെടൽ നടത്തിയില്ലെങ്കിൽ ഇവിടുത്തെ പ്രദേശത്തുള്ള ആളുകൾ ഒരു രീതിയിലും ഇലക്ഷനുമായിട്ട് സഹകരിക്കില്ല എന്നുള്ളതാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തീരുമാനം എല്ലാവരുടെയും തീരുമാനം തന്നെയാണ്. ഇലക്ഷൻ പങ്കെടുക്കില്ല, വോട്ട് ചെയ്യാൻ പോയില്ല എന്നുള്ളത് ഞാൻ തീരുമാനം. റോഡ് വരെ വേണം കിട്ടുന്നവരെ ഈ LDF വോട്ട് ചെയ്യില്ല എന്നുള്ളതാണ് ഒറ്റ തീരുമാനത്തിൽ എടുക്കുകയാണ്. ഇനി കൊടിവെട്ടക്കാട്ടാകുമ്പോൾ നമ്മൾ സമ്മതിക്കില്ല. ഞങ്ങൾ ആര് റോഡ് തരുന്ന അവർക്ക് വോട്ടുന്ന? തീർച്ചയായിട്ടും ആര് വോട്ട് തരുന്ന? ഇത്ര വർഷം വെള്ളമില്ല, വഴിയില്ല, ഒന്നുമില്ല. ഭയങ്കര ദുരിതമാണ് ഇവിടെ ജീവിക്കുന്നത്. ഇത് അവരിലെല്ലാം അറിയാം. അവർക്ക് അറിഞ്ഞുകൊണ്ട് അവർക്ക് ഒന്നും തിരിഞ്ഞു നോക്കുന്നില്ല. അതായത് ഒരു വോട്ട് ബഹിഷ്കരണം എന്ന രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് വരെ ഈ നാട്ടുകാരെ എത്തിക്കുന്നത് അവരുടെ ഒരു ദുരിതപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതം കൊണ്ടാണ്. അവരത്രയും നിസ്സഹായരായിട്ടുള്ള ഒരു ജനവിഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അവർക്ക് ഈ ഒരു നാട്ടിൽ നിന്ന്, അവരുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കടക്കണമെങ്കിൽ ഈ ഒരു വരമ്പ് മാത്രമേ ഉള്ളൂ. അവർ ചോദിക്കുന്നത്, പതിറ്റാണ്ടുകളായി അവർ ചോദിക്കുന്നത്, എങ്ങനെയെങ്കിലും ഈ ഒരു ഭാഗത്തു കൂടെ ഒരു റോഡ് കൊണ്ടുവരും. ആ റോഡ് വന്നാൽ തങ്ങളുടെ ജീവിതം മാറും, കുടിവെള്ളം തങ്ങളുടെ വീടുകളിലേക്ക് എത്തും, തങ്ങളുടെ വീട്ടിലേക്ക് വെളിച്ചം എത്തും. അതുകൊണ്ട് മാത്രമാണ് തങ്ങൾ ഈ ഒരു റോഡ് ആവശ്യപ്പെടുന്നു എന്നൊരു കാര്യം പതിറ്റാണ്ടുകളായി ജനപ്രതിനിധികളോട് മാറി അവർ ചോദിക്കുന്നു. വോട്ട് ചോദിച്ചെത്തുന്നവരോട് നിരന്തരമായി അവർ ഈ ഒരു ആവശ്യം ഉന്നയിക്കുന്നു. പക്ഷേ ഈ ഒരു ആവശ്യം ആരും തന്നെ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു തീരുമാനം. അതായത് ഇത്തവണ ഈ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് ചെയ്യില്ല എന്നൊരു തീരുമാനം. ആരാണോ തങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു റോഡ് കൊണ്ടുവരുന്നത് അവർക്ക് മാത്രമേ വോട്ട് ചെയ്യുള്ളൂ. എന്തായാലും ഇതിലൊരു തീരുമാനം വരുന്നത് വരെ ഇനി ഏതായാലും മറ്റ് സമര പരിപാടികളായി മുന്നോട്ട് പോകുമെന്നുൾപ്പെടെയാണ് ഈ കളപ്പറമ്പ് കോളനിയിലുള്ള ആളുകൾ പറയുന്നത്. ഓക്കെ ഇക്ബാൽ, ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, ഒരു മീഡിയ ആക്ടിവിസ്റ്റ് എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ടത് ഇക്കാര്യം MLA-യെയും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളെയും ഒക്കെ അറിയിക്കുകയും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കുകയും വേണ്ടതാണ്. റിപ്പോർട്ടറിന്റെ ലോക്കൽ ഫോക്കസിൽ വന്ന വിഷയമാണ്. ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാകുന്നതുവരെ ഇതിന് തുടർ വാർത്തകൾ ഫോളോ അപ്പിലേക്ക് ഞങ്ങളുടെ പ്രതി ഇക്ബാൽ അഴക്കലും സംഘവും പോകും. താങ്ക് യു ഇക്ബാൽ.